നമസ്കാരം. പ്രധാന വാർത്തകൾ നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് TPR Gold and Diamonds. സുവർണ നിമിഷങ്ങൾ, കാലാതീതമായ ഡിസൈനുകൾ. TPR Gold and Diamonds, MG Road, Thrissur, near bus stand, Tripprayar. കണ്ണൂരിൽ KSU പ്രതിഷേധത്തിനിടെ ആരോഗ്യവകുപ്പ് മന്ത്രി വീണ ജോർജിനെ പരിക്കേറ്റ സംഭവത്തിൽ സംസ്ഥാന വ്യാപകമായി പ്രതിഷേധം. തൃശൂർ ജില്ലയിൽ വിവിധ കേന്ദ്രങ്ങളിൽ ഇടതുപക്ഷ സംഘടനകളുടെ നേതൃത്വത്തിൽ പ്രകടനം നടന്നു. തൃശൂർ മെഡിക്കൽ കോളേജിനെതിരെ ഗുരുതര ആരോപണവുമായി ചികിത്സാ പിഴവിൽ കണ്ണുകൾ നഷ്ടപ്പെട്ട യുവാവിന്റെ കുടുംബം. കോൺഗ്രസ് പ്രവർത്തകർ മെഡിക്കൽ കോളേജ് സൂപ്രണ്ട് ഓഫീസ് ഉപരോധിച്ചു. സംഭവത്തിൽ റിപ്പോർട്ട് തേടുമെന്ന് റവന്യൂ മന്ത്രി അഡ്വക്കേറ്റ് കെ രാജൻ. കണ്ണുകൾ നഷ്ടപ്പെട്ട സനൂപിനെ AI സംവിധാനത്തിലുള്ള സ്മാർട്ട് കണ്ണട നൽകുന്നതിനുള്ള സാധ്യത തേടുമെന്ന് മുൻ MLA അനിൽ അക്കര. കോടാലിയിൽ ഭക്ഷണശാലയിൽ തീപിടുത്തം. പാചകവാതക സിലിണ്ടറിന് തീപിടിക്കാതിരുന്നതിനാൽ വൻ അപകടം ഒഴിവായി. സംഭവത്തിൽ ദുരൂഹതയുണ്ടെന്ന് നടത്തിപ്പുകാർ. അപ്രതീക്ഷിതമായി ജലനിരപ്പ് ഉയർന്നതിനെ തുടർന്ന് അതിരപ്പള്ളി വെള്ളച്ചാട്ടത്തിന് താഴെ വിനോദസഞ്ചാരികൾ കുടുങ്ങി. ഉത്തരേന്ത്യക്കാരായ 15ഓളം വിനോദസഞ്ചാരികളെ വനസംരക്ഷണ സമിതി പ്രവർത്തകർ രക്ഷപ്പെടുത്തി. മരോട്ടിച്ചാൽ ചീരക്കുണ്ടിൽ വീണ്ടും കാട്ടാനയിറങ്ങി വ്യാപകമായി കൃഷി നശിപ്പിച്ചു. കിടങ്ങൻ ജോബി, തണ്ടാശ്ശേരി, അശോകൻ എന്നിവരുടെ കൃഷികളാണ് നശിപ്പിച്ചത്. വാർത്തകൾ വിശദമായി. കണ്ണൂരിൽ KSU പ്രതിഷേധത്തിനിടെ ആരോഗ്യവകുപ്പ് മന്ത്രി വീണ ജോർജിന് പരിക്കേറ്റു. സംഭവത്തിൽ വ്യാപകമായ പ്രതിഷേധം. കണ്ണൂർ റെയിൽവേ സ്റ്റേഷനിൽ വെച്ചാണ് പ്രതിഷേധമുണ്ടായത്. കഴുത്തിനും പരിക്കേറ്റ മന്ത്രിയെ കണ്ണൂർ ജില്ലാ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. മന്ത്രിക്ക് നേരെ നടന്ന KSU അക്രമത്തിനെതിരെ CPM സംസ്ഥാന വ്യാപകമായി പ്രതിഷേധ പരിപാടികൾക്ക് ആഹ്വാനം ചെയ്തു. ആരോഗ്യമന്ത്രി വീണ ജോർജിനെതിരെ KSU നടത്തിയ കയ്യേറ്റത്തിൽ പ്രതിഷേധിച്ച് CPM തൃശൂർ നഗരത്തിൽ പ്രകടനം നടത്തി. തൃശൂർ DCC ഓഫീസിൽ നിന്നും ആരംഭിച്ച പ്രതിഷേധ പ്രകടനം സ്വരാജ് റൌണ്ട് ചുറ്റി കോർപ്പറേഷന് മുന്നിൽ സമാപിച്ചു. തുടർന്ന് നടന്ന യോഗം CPM ജില്ലാ സെക്രട്ടറി KV അബ്ദുൽ ഖാദർ ഉദ്ഘാടനം ചെയ്തു. CPM ഏരിയ കമ്മിറ്റി അംഗം T സുധാകരൻ അധ്യക്ഷത വഹിച്ചു. കോർപ്പറേഷൻ പ്രതിപക്ഷ നേതാവ് ഹിരൺ, CPM ഏരിയ കമ്മിറ്റി അംഗം സാബു തുടങ്ങിയവർ സംസാരിച്ചു. നിരവധി CPM പ്രവർത്തകർ പങ്കെടുത്തു. ആരോഗ്യവകുപ്പ് മന്ത്രിക്കെതിരെ നടന്ന ആക്രമണം അപലപനീയമാണെന്ന് റവന്യൂ മന്ത്രി അഡ്വക്കേറ്റ് കെ രാജൻ. ജനാധിപത്യത്തിൽ പ്രതിഷേധങ്ങൾ സ്വാഭാവികമാണെങ്കിലും അത് ശാരീരികമായി മാറുന്നത് വെല്ലുവിളിയാണെന്നും മന്ത്രി പറഞ്ഞു. മന്ത്രിമാരോടുള്ള പ്രതിഷേധം പറഞ്ഞോട്ടെ, പക്ഷെ മന്ത്രിമാരെ തീവ്രമായി ഡീമോറലൈസ് ചെയ്യുന്നതിനേക്കാൾ അപകടമാണ് ശാരീരികമായി ആക്രമിക്കുക. വീണ ജോർജിനെ പോലെ വനിതാ മന്ത്രിയെ ശാരീരികമായി ആക്രമിക്കാൻ മുതിർന്നത് ജനാധിപത്യത്തിൽ അത്യന്തം അപലപനീയമായിട്ടുള്ള ഒരു നടപടിയാണ്. കണ്ണൂരിൽ മന്ത്രി വീണ ജോർജിന് നേരെ KSU പ്രവർത്തകർ ആക്രമണം നടത്തിയതിൽ പ്രതിഷേധിച്ച് ചാലക്കുടിയിൽ CPM ഏരിയ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പ്രകടനം നടത്തി. പ്രതിഷേധ യോഗം CPM ചാലക്കുടി ഏരിയ സെക്രട്ടറി KS അശോകൻ ഉദ്ഘാടനം ചെയ്തു. നഗരസഭ LDF പാർലമെന്ററി പാർട്ടി ലീഡർ ജിൽ ആന്റണി, KI അജിതൻ, CS സുരേഷ് തുടങ്ങിയവർ സംസാരിച്ചു. സമർപ്പിച്ചു പോയി. ഇപ്പോൾ 3-ാം ദിവസം ആരോഗ്യമന്ത്രി വീണ ജോർജിനെ ആക്രമിച്ചതിൽ പ്രതിഷേധിച്ച് CPM പ്രവർത്തകർ കൊടകരയിൽ പ്രകടനം നടത്തി. പ്രതിഷേധ യോഗം CPM കൊടകര ഏരിയ കമ്മിറ്റി അംഗം PR പ്രസാദൻ ഉദ്ഘാടനം ചെയ്തു. CM ബബീഷ്, KD അപ്പച്ചൻ, അൻവർ സാദിഖ്, അമ്പിളി സോമൻ തുടങ്ങിയവർ സംസാരിച്ചു. ആരോഗ്യവകുപ്പ് മന്ത്രി വീണ ജോർജിനെ KSU പ്രവർത്തകർ ആക്രമിച്ചതിൽ പ്രതിഷേധിച്ച് CPM എരുമപ്പെട്ടിയിൽ പ്രകടനം നടത്തി. കിഴക്കേ അങ്ങാടിയിൽ നിന്നും ആരംഭിച്ച പ്രകടനം കടങ്ങോട് റോഡ് സെന്ററിൽ സമാപിച്ചു. ലോക്കൽ കമ്മിറ്റി സെക്രട്ടറി PC അബാൽമണി, TK ശിവൻ, സ്വപ്ന പ്രദീപ്, NB ബിജു, PT ദേവശ്രീ തുടങ്ങിയവർ പ്രകടനത്തിന് നേതൃത്വം നൽകി.
ചികിത്സാ പിഴവിൽ കണ്ണുകൾ നഷ്ടപ്പെട്ട യുവാവിന്റെ കുടുംബം തൃശൂർ മെഡിക്കൽ കോളേജിനെതിരെ ഗുരുതരമായ ആരോപണവുമായി രംഗത്ത്. മുഖ്യമന്ത്രിക്കടക്കം പരാതി നൽകിയെങ്കിലും യാതൊരു നടപടിയും ഉണ്ടായില്ലെന്ന് കുടുംബം പറയുന്നു. 2023 കാൽമുട്ട് വേദനയ്ക്കുള്ള ചികിത്സയ്ക്കായി തൃശൂർ മെഡിക്കൽ കോളേജിലെത്തിയ തൃക്കൂർ മുളങ്കാട്ടുപറമ്പിൽ സനൂപും കുടുംബവുമാണ് മെഡിക്കൽ കോളേജിന്റെ അനാസ്ഥയ്ക്കെതിരെ ആരോപണവുമായി എത്തിയത്. സനൂപിന്റെ ഇരു കണ്ണുകളും നഷ്ടമായെന്നാണ് പരാതി. മുട്ടുവേദനയ്ക്കുള്ള ചികിത്സയ്ക്കിടെ എന്താണ് സംഭവിച്ചതെന്ന് സനൂപിനും കുടുംബത്തിനും ഇനിയും മനസ്സിലായിട്ടില്ല. എന്തിനാണ് തന്റെ കണ്ണുകൾ എടുത്തതെന്നാണ് 38-കാരനായ സനൂപിന്റെ ചോദ്യം. മുട്ടിന്റെ വേദന കാരണം ഞാൻ മെഡിക്കൽ കോളേജിൽ പോയതാ. കണ്ണിന്റെ കാഴ്ചശക്തി നഷ്ടപ്പെടാതെ തിരിച്ചു വന്നു. ഞാൻ എനിക്ക് ജോലിക്കും പോകാനും പറ്റണില്ല. അമ്മ മാത്രമേ ജോലിക്ക് പോകണുള്ളൂ. അച്ഛനും പോകാൻ പറ്റണില്ലേ. പിന്നെ ഒരു മോനുണ്ട്, അവന്റെ പഠിപ്പും കാര്യങ്ങളൊക്കെ നോക്കണം. എനിക്ക് ജോലിക്ക് ഒന്നിനും പോകാൻ പറ്റണില്ല. പുറത്തേക്ക് ഞാൻ ഇറങ്ങാൻ പറ്റണില്ലേ. നമുക്കുള്ള വരുമാനം ഒന്നും എല്ലാം മുട്ടിപ്പോയി. അച്ഛനും അമ്മയും 1-ാം ക്ലാസ്സുകാരനായ മകനുമടങ്ങുന്ന കൊച്ചു കുടുംബത്തിന്റെ എല്ലാമായിരുന്നു സനൂപ്. ടൈൽസ് പണിക്ക് പോയാണ് കുടുംബം നോക്കിയിരുന്നത്. മുട്ടുവേദന ജോലിക്ക് തടസ്സമായതോടെ ചികിത്സിക്കാമെന്ന് തീരുമാനിക്കുകയായിരുന്നു. തൃശൂർ മെഡിക്കൽ കോളേജിലേക്ക് അച്ഛനെയും കുട്ടി സ്വന്തമായി ബൈക്ക് ഓടിച്ചാണ് സനൂപ് പോയത്. എന്നാൽ ആ യാത്ര അമ്മയ്ക്കുമായുള്ള കൂരിരുട്ടിലേക്കാകുമെന്ന് സനൂപ് കരുതിയില്ല. ആശുപത്രിയുടെ തറയിൽ കിടത്തി ആദ്യം മുട്ടുവേദനയ്ക്കുള്ള ചികിത്സ തുടങ്ങി. കയ്യിൽ ക്യാനുല ഇട്ട സ്ഥലത്ത് വേദനയും തടുപ്പും അനുഭവപ്പെട്ടതോടെ നഴ്സുമാരോട് പറഞ്ഞെങ്കിലും ആരും തിരിഞ്ഞു നോക്കിയില്ല. അപ്പോഴേക്കും കയ്യിലാകെ അണുബാധ പടർന്നിരുന്നു. ഓർമ്മ മങ്ങി വായിൽ നിന്നും മൂക്കിൽ നിന്നും രക്തം വന്നു തുടങ്ങിയപ്പോൾ ICUവിലേക്ക് മാറ്റുകയായിരുന്നു. പിന്നീട് കണ്ണിന് ശസ്ത്രക്രിയ വേണമെന്ന് അറിയിച്ചു. ശസ്ത്രക്രിയക്കായുള്ള സമ്മതപത്രത്തിൽ അബോധാവസ്ഥയിലായിരുന്ന മകന്റെ കൈ കൂട്ടിപ്പിടിച്ച് സനൂപിന്റെ അമ്മ വത്സല ഒപ്പിടിയിച്ചു. ഇരു കൃഷ്ണമണികളും നീക്കം ചെയ്യാനുള്ള ശസ്ത്രക്രിയയാണെന്ന് എഴുത്തും വായനയും അറിയാത്ത വത്സലയ്ക്ക് മനസ്സിലായിരുന്നില്ല. നൈസാ പറഞ്ഞത് നാളെ ഒരു ഓപ്പറേഷൻ ഉണ്ട് സനൂപിനെ, അപ്പൊ ഒരു ഉപ്പ് വേണമെന്ന് പറഞ്ഞു. അപ്പൊ ഞാൻ പറഞ്ഞു എനിക്ക് ഉപ്പ് അറിയില്ലല്ലോ, അമ്മയുടെ അല്ല സനൂപിന്റെ ആന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു സനൂപിന് ഉപ്പിടാൻ പറ്റില്ലല്ലോ. അമ്മ ഞാൻ പേന തരാം, ആ പേന പിടിച്ചിട്ട് കൈ പിടിച്ചിട്ട് ഒരു വട്ടപൂജ ഇട്ട് തന്നാ മതി അമ്മയെന്ന് പറഞ്ഞു. അപ്പൊ ഞാൻ അങ്ങനെ ചെയ്തു കൊടുത്തു. എനിക്കറിയില്ല അവരിതുപോലെ ചതിക്കാനാണെന്നുള്ളത്. ശസ്ത്രക്രിയയ്ക്ക് ശേഷം കണ്ണിന്റെ കെട്ടഴിച്ചപ്പോഴാണ് സനൂപും കുടുംബവും വിവരമറിയുന്നത്. ഒരാഴ്ച കഴിഞ്ഞപ്പോൾ നിർബന്ധിത ഡിസ്ചാർജ് നൽകി ജില്ലാ ആശുപത്രിയിലേക്ക് മാറാൻ ആവശ്യപ്പെട്ടു. മെഡിക്കൽ കോളേജിലെ ചികിത്സയുമായി ബന്ധപ്പെട്ട രേഖകൾ ആശുപത്രി അധികൃതർ വിട്ടു നൽകിയിരുന്നില്ല. പിന്നീട് വിവരാവകാശ നിയമത്തിലൂടെയാണ് ഇത് നേടിയെടുത്തത്. പ്രായമായ അമ്മ അടുത്തുള്ള വീടുകളിൽ ജോലിക്ക് പോയാണ് ഇപ്പോൾ കുടുംബം പോറ്റുന്നത്. നീതി തേടി എവിടെ പോകണമെന്ന് പോലും അറിയാതെ ഇരുട്ടിൽ കഴിയുകയാണ് ഈ കുടുംബം. TCV ന്യൂസ്, പുതുക്കാട്. തൃശൂർ മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ ചികിത്സാ പിഴവ് ആരോപിച്ച് കോൺഗ്രസ് പ്രവർത്തകർ സൂപ്രണ്ട് ഓഫീസ് ഉപരോധിച്ചു. ഉപരോധക്കാരെ പിന്നീട് പോലീസ് അറസ്റ്റ് ചെയ്ത് നീക്കി. കാൽമുട്ട് വേദനയുമായി ചികിത്സയ്ക്കെത്തിയ തൃക്കൂർ സ്വദേശി സനൂപിന്റെ 2 കണ്ണിന്റെയും കാഴ്ച നഷ്ടപ്പെടാനിടയാക്കിയ ഡോക്ടർമാർക്കെതിരെ കർശന നടപടി സ്വീകരിക്കണമെന്നാവശ്യപ്പെട്ടായിരുന്നു ഉപരോധ സമരം. ആശുപത്രി വികസന സമിതി അംഗവും KPCC സെക്രട്ടറിയുമായ രാജേന്ദ്രൻ അരങ്ങത്തിന്റെ നേതൃത്വത്തിൽ കോൺഗ്രസ് പ്രവർത്തകർ സൂപ്രണ്ട് ഓഫീസിനു മുന്നിൽ കുത്തിയിരുന്ന് പ്രതിഷേധിച്ചു. സനൂപിന്റെ അമ്മയിൽ നിന്ന് കൈക്കൂലി വാങ്ങിയ ഡോക്ടർ പ്രവീണിനെ സർവീസിൽ നിന്ന് പിരിച്ചുവിടണമെന്ന് രാജേന്ദ്രൻ അരങ്ങത്ത് ആവശ്യപ്പെട്ടു. തൃക്കൂരിലെ പാവപ്പെട്ട ചെറുപ്പക്കാരൻ സനൂപിനുണ്ടായ ദാരുണമായ സംഭവം, മുട്ടു ചികിത്സയ്ക്ക് വേണ്ടി ഇവിടെ വന്നപ്പോൾ 2 കണ്ണുകളും നഷ്ടപ്പെട്ടു. വേണ്ടത്ര രേഖകൾ ചോദിച്ചപ്പോൾ രേഖകൾ കൊടുക്കാതെ മടക്കി അയച്ചു. അദ്ദേഹത്തിന്റെ അമ്മയ്ക്ക് ഇതിന്റെ രോഗവിവരം പോലും പറയാതെയാണ് സനൂപിനെ കൊണ്ട് രോഗിയായി കിടക്കുമ്പോൾ ഒപ്പിടിച്ചുകൊണ്ട് ഇത്തരത്തിലുള്ള ഓപ്പറേഷൻ നടത്തിയത്. അതുപോലെ തന്നെ കുറുക്കഞ്ചേരിയിലെ ജോസഫ് വയറ്റിൽ കത്രിക മറന്നുവെച്ച് 5 വർഷക്കാലം അദ്ദേഹം കത്രികയുമായി ജീവിക്കേണ്ട സ്ഥിതിയുണ്ടായി. അത് ഇത്തരത്തിൽ വലിയ രീതിയിലുള്ള പിഴവുകൾ, ചികിത്സാ പിഴവുകളാണ് ഇവിടുത്തെ ഡോക്ടർമാരിൽ നിന്ന് നിരന്തരമായി വരുന്നത്. തൃശൂർ മെഡിക്കൽ കോളേജിലും വലിയ രീതിയിൽ ചികിത്സാ പിഴവ് മൂലം കഷ്ടപ്പെടുന്ന സാഹചര്യം കാണുന്നു. അപ്പോൾ ഈ ഡോക്ടർമാരെ, ഇത്തരത്തിൽ പിഴവ് വരുത്തിയ ഡോക്ടർമാരെ സർവീസിൽ നിന്ന് പുറത്താക്കണം. അവരുടെ പേരിൽ ക്രിമിനൽ കേസ് എടുത്തുകൊണ്ട് ശിക്ഷാ നടപടിക്ക് വിധേയമാക്കണം. സർക്കാർ അല്ലെങ്കിൽ ഈ ഇത്തരത്തിലുള്ള പിഴവ് നടത്തിയ ഡോക്ടർമാർ അവരിൽ നിന്ന് ഈ പാവപ്പെട്ട രോഗികൾക്ക് ചികിത്സാ സൗകര്യത്തിനും മറ്റു കാര്യങ്ങൾക്ക് വേണ്ടി കോമ്പൻസേഷൻ വാങ്ങിക്കൊടുക്കണം തുടങ്ങിയ ആവശ്യങ്ങളാണ് ഞങ്ങളിവിടെ ഉന്നയിക്കുന്നത്. സമരക്കാരുമായി സൂപ്രണ്ട് ഇൻചാർജ് ഡോക്ടർ KM രാധിക ചർച്ച നടത്തി. ഡോക്ടർക്കെതിരെ ഉടൻ നടപടിയെടുക്കാൻ കഴിയില്ലെന്നും ആരോഗ്യമന്ത്രിയെയും സർക്കാരിനെയും അറിയിക്കാമെന്നും സൂപ്രണ്ട് പറഞ്ഞെങ്കിലും സമരക്കാർ വഴങ്ങിയില്ല. പ്രവർത്തകർ ഓഫീസിനു മുന്നിൽ പ്രതിഷേധം തുടർന്നു. പിന്നീട് മെഡിക്കൽ കോളേജ് CI KO പ്രദീപിന്റെ നേതൃത്വത്തിലുള്ള പോലീസ് സംഘം സമരക്കാരെ അറസ്റ്റ് ചെയ്ത് നീക്കി. മരണത്തിലേക്ക്
തള്ളിവിട്ട ഡോക്ടർമാരെ പുറത്താക്കുക. TCV ന്യൂസ്, തൃശൂർ. തൃശൂർ ഗവൺമെന്റ് മെഡിക്കൽ കോളേജ് ആശുപത്രിയിലെ ചികിത്സാ പിഴവിൽ യുവാവിന്റെ കാഴ്ച നഷ്ടപ്പെട്ട സംഭവത്തിൽ റിപ്പോർട്ട് തേടുമെന്ന് റവന്യൂ മന്ത്രി അഡ്വക്കേറ്റ് കെ രാജൻ. വിഷയം ഉടൻ ആരോഗ്യവകുപ്പ് മന്ത്രിയുടെ ശ്രദ്ധയിൽപ്പെടുത്തും. യുവാവിന് ആവശ്യമായ സഹായങ്ങൾ ലഭ്യമാക്കുമെന്നും മന്ത്രി പറഞ്ഞു. വളരെ ഗൗരവമായിട്ട് ഇടപെടും, ആ വിഷയത്തിൽ ഇടപെടും. ഈ വിഷയത്തെക്കുറിച്ച് ബഹുമാനപ്പെട്ട ആരോഗ്യ വകുപ്പ് മന്ത്രിയും കൂടി ആലോചിച്ച് ബന്ധപ്പെട്ടവരോട് വിശദീകരണം ചോദിക്കും. ഏതെല്ലാം വിധത്തിലാണ് അവരെ സഹായിക്കേണ്ടതെങ്കിൽ ആ വിധത്തിലെല്ലാം സഹായിക്കും. ചികിത്സാ പിഴവ് മൂലം കണ്ണുകൾ നഷ്ടപ്പെട്ട തൃക്കൂർ സ്വദേശിയായ യുവാവിനെ AI സംവിധാനത്തിലുള്ള സ്മാർട്ട് കണ്ണട നൽകുന്നതിനുള്ള സാധ്യത തേടുമെന്ന് മുൻ MLA അനിൽ അക്കര. വീട്ടിലെത്തി സനൂപിനെയും കുടുംബത്തെയും സന്ദർശിച്ചതിന് ശേഷം മാധ്യമങ്ങളോട് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. സംഭവത്തിൽ മുഖ്യമന്ത്രിക്കും ചീഫ് സെക്രട്ടറിക്കും പരാതി നൽകിയതായും നിയമപരമായ കാര്യങ്ങൾക്ക് സഹായം നൽകുമെന്നും അനിൽ അക്കര പറഞ്ഞു. സനൂപിന്റെ തുടർ ചികിത്സയ്ക്കും കുടുംബസഹായത്തിനുമായി നടപടിയെടുക്കാൻ യോഗം ചേരുമെന്ന് തൃക്കൂർ പഞ്ചായത്ത് പ്രസിഡന്റ് സുന്ദരി മോഹൻദാസ് അറിയിച്ചു. വൈസ് പ്രസിഡന്റ് പോൾസൺ തെക്കുംപിടിക, പഞ്ചായത്ത് അംഗങ്ങളായ പ്രീബനൻ ചുണ്ടേലിപ്പറമ്പിൽ, സൈമൺ നമ്പാടൻ, സന്ദീപ് കണിയത്ത് എന്നിവരും സ്ഥലത്തെത്തിയിരുന്നു. മനുഷ്യാവകാശ കമ്മീഷന് പരാതി നൽകി. തൃശൂർ മെഡിക്കൽ കോളേജിലെ ഗുരുതരമായ ചികിത്സാ പിഴവ് മൂലം കാഴ്ച നഷ്ടപ്പെട്ട സനൂപിന് അടിയന്തര നഷ്ടപരിഹാരവും കുറ്റക്കാർക്കെതിരെ നടപടിയും സ്വീകരിക്കണമെന്നാവശ്യപ്പെട്ട് KPCC സെക്രട്ടറിയും ആശുപത്രി വികസന സമിതി അംഗവുമായ രാജേന്ദ്രൻ അരങ്ങത്ത് മനുഷ്യാവകാശ കമ്മീഷന് പരാതി നൽകി. ഇടവേള. Ceramic Center, tiles, bath fittings, sanitary ware, wallpaper, wooden and SPC flooring, variety range of kitchen sinks, all in one roof. Ceramic Center. ഏറ്റവും ട്രെൻഡിംഗ് ഡിസൈനായ മൊറോക്കൻ ആത്തുക്കുടി ടൈൽസിന്റെ വിപുലമായ ശേഖരം. ഇവയെല്ലാം വേൾഡിലെ ടോപ്പ് ബ്രാൻഡിനൊപ്പം ബ്യൂട്ടിഫുൾ ഡിസൈനോട് കൂടി 40 വർഷത്തെ എക്സ്പീരിയൻസും വെൽ ട്രെയിൻഡ് സ്റ്റാഫുമുള്ള മോസ്റ്റ് ട്രസ്റ്റഡ് ഷോറൂം സെറാമിക് സെന്റർ. വിസിറ്റ് അവർ ഷോറൂം, എക്സ്പീരിയൻസ് ദ ഡിഫറൻസ്. സെറാമിക് സെന്റർ, ശങ്കരായ റോഡ്, നിയർ വെസ്റ്റ് ഫോർട്ട്, തൃശൂർ. ചില യാത്രകൾ, ചില ഒത്തുചേരലുകൾ, ചില സമ്മാനങ്ങൾ, ഇതെല്ലാം നമുക്ക് ഏറ്റവും പ്രിയപ്പെട്ടവർക്ക് വേണ്ടിയാവുമ്പോഴാണ് അത് കൂടുതൽ മനോഹരമാകുന്നത്. ലിയോസ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, പള്ളിക്കുളം റോഡ്, തൃശൂർ. മുടിയുടെ കാര്യമാണ്, സ്കിന്നിന്റെയും കാര്യമാണ്. അപ്പൊ പിന്നെ റിസ്ക് എടുക്കാനൊക്കത്തില്ല. നെല്ലിക്ക, നീലയമരി, ബ്രഹ്മി, കയ്യോന്നി, അങ്ങനെ കുറെ ആയുർവേദ കൂട്ടുകൾ ചേർത്താണ് ഈ ഹെയർ ഡേ തയ്യാറാക്കുന്നത്. ആയുർവേദത്തിൽ ആദ്യമായി ഹരിത ഹെയർ ഡേ, ഇപ്പോൾ ഹരിതയിൽ നിന്നും. വാർത്തകളിലേക്ക് വീണ്ടും. കോടാലിയിൽ ഭക്ഷണശാല ഭാഗികമായി കത്തിനശിച്ചു. 2 ദിവസം മുൻപ് കോടാലി ITU ബാങ്കിന് സമീപം പ്രവർത്തനം ആരംഭിച്ച അമ്മൂസ് കിച്ചൺ എന്ന സ്ഥാപനമാണ് ഭാഗികമായി കത്തിയത്. പുറകുവശത്തുള്ള ഓലമേഞ്ഞ ഭാഗമാണ് കത്തിയത്. പാചകവാതക സിലിണ്ടറിന് തീപിടിക്കാതിരുന്നതിനാൽ വൻ അപകടം ഒഴിവായി. സമീപവാസികൾ വിവരമറിയിച്ചതിനെ തുടർന്ന് വെള്ളിക്കുളങ്ങര പോലീസും അഗ്നിരക്ഷാസേനയും സ്ഥലത്തെത്തി തീയണച്ചു. ഓലമേഞ്ഞ ഭാഗം പൂർണ്ണമായും കത്തിനശിച്ചു. പ്രസ്സിനും നാശം സംഭവിച്ചിട്ടുണ്ട്. സംഭവത്തിൽ ദുരൂഹതയുള്ളതായും ആരോ തീവെച്ചതാണെന്ന് സംശയിക്കുന്നതായും നടത്തിപ്പുകാർ പറഞ്ഞു. അപ്രതീക്ഷിതമായി ജലനിരപ്പ് ഉയർന്നതിനെ തുടർന്ന് അതിരപ്പള്ളി വെള്ളച്ചാട്ടത്തിന് താഴെ കുടുങ്ങിയ വിനോദസഞ്ചാരികളെ വനസംരക്ഷണ സമിതി പ്രവർത്തകർ രക്ഷപ്പെടുത്തി. ഉത്തരേന്ത്യക്കാരായ 15ഓളം വിനോദസഞ്ചാരികളാണ് അപകടത്തിൽപ്പെട്ടത്. പുഴയിൽ അപ്രതീക്ഷിതമായി 1.5 അടിയോളം വെള്ളം ഉയരുകയായിരുന്നു. പതിവിൽ കൂടുതൽ വെള്ളം വന്നതും പരിചിതമല്ലാത്ത പുഴയും ആയതാണ് ഇവർക്ക് വിനയായത്. 5 സ്ത്രീകളും സംഘത്തിൽ ഉണ്ടായിരുന്നു. വെള്ളം ഉയർന്നതോടെ സംഘം നിലവിളിച്ച് ബഹളം വെച്ചു. അതിരപ്പള്ളി വെള്ളച്ചാട്ടത്തിന് താഴെ 1 കിലോമീറ്റർ ദൂരത്തായിരുന്നു സംഭവം. വിവരമറിഞ്ഞ വനസംരക്ഷണ സമിതി പ്രവർത്തകർ കുതിച്ചെത്തി എല്ലാവരെയും സുരക്ഷിതമായി കരയ്ക്ക് കയറ്റി. 2 മാസം മുൻപ് വെറ്റിലപ്പാറ ഭാഗത്ത് കുളിക്കാനിറങ്ങിയ വിനോദസഞ്ചാരികളും ഇത്തരത്തിൽ അപകടത്തിൽപ്പെട്ടിരുന്നു. മരോട്ടിച്ചാൽ ചീരക്കുണ്ടിൽ കാട്ടാന ഇറങ്ങി വ്യാപകമായി കൃഷി നശിപ്പിച്ചു. മരോട്ടിച്ചാൽ സ്വദേശികളായ കിടങ്ങൻ ജോബി, തണ്ടാശ്ശേരി അശോകൻ എന്നിവരുടെ വാഴ, തെങ്ങ്, കവുങ്ങ് എന്നീ കൃഷികളാണ് കഴിഞ്ഞ ദിവസം രാത്രിയിൽ കാട്ടാനക്കൂട്ടം നശിപ്പിച്ചത്. ചീരക്കുണ്ടിൽ മാസങ്ങളായി കാട്ടാനശല്യം രൂക്ഷമാണ്. കൃഷിയിടത്തിലേക്ക് കാട്ടാന ഇറങ്ങാതിരിക്കുന്നതിന് വനാതിർത്തിയിൽ വൈദ്യുതി വേലി ഉണ്ടെങ്കിലും കാര്യക്ഷമമായി പ്രവർത്തിക്കാത്തതാണ് ആന വീണ്ടും വീണ്ടും ഇറങ്ങാൻ കാരണമാകുന്നത് എന്ന് പ്രദേശവാസികൾ ആരോപിച്ചു. ഉത്രാളിക്കാവ് പൂരം സമാപിച്ചു. ദേശങ്ങളുടെ കൂട്ടിയെഴുന്നള്ളിപ്പിന് ശേഷം ഹെങ്കക്കാട് ദേശത്തിന്റെ ഈട് വെടിക്കെട്ട് നടന്നു.
ഉത്രാളിക്കാവ് ക്ഷേത്രത്തിലെ പൂരത്തിലെ പ്രധാന ആചാരമായ പൊങ്ങിലിടി ക്ഷേത്രകോമരം പള്ളിയത്ത് മാധവൻ നായരുടെ നേതൃത്വത്തിൽ നടന്നു. തുടർന്ന് ദേശങ്ങൾ ഉപചാരം ചൊല്ലി പിരിഞ്ഞതോടെ പൂരത്തിന് സമാപനമായി. പുലർച്ചെ നടക്കാനിരുന്ന വെടിക്കെട്ട് കനത്ത മഴയെ തുടർന്ന് മറ്റൊരു ദിവസത്തേക്ക് മാറ്റി. യോഗം ചേർന്നതിന് ശേഷം തീയതി തീരുമാനിക്കുമെന്ന് കുമരനെല്ലൂർ ദേശം ഭാരവാഹികൾ അറിയിച്ചു. ഗുരുവായൂർ നഗരസഭയ്ക്ക് 137 കോടി 62 ലക്ഷം രൂപയുടെ ബജറ്റ്. ആധുനിക ഓഫീസ് സമുച്ചയത്തിന് 52 കോടി 50 ലക്ഷം രൂപ ബജറ്റിൽ നീക്കിവെച്ചു. കാർഷിക മേഖലയ്ക്ക് 1 കോടി 50 ലക്ഷം, മൃഗസംരക്ഷണ മേഖലയ്ക്ക് 58 ലക്ഷം, മത്സ്യബന്ധന മേഖലയ്ക്ക് 27 ലക്ഷം എന്നിങ്ങനെ ബജറ്റ് വിഭാവനം ചെയ്യുന്നുണ്ട്. അതേസമയം ചട്ടപ്രകാരമല്ല ബജറ്റ് അവതരണമെന്ന് പ്രതിപക്ഷം ആരോപിച്ചു. ഇതേ തുടർന്നുണ്ടായ ബഹളത്തിനൊടുവിലാണ് വൈസ് ചെയർപേഴ്സൺ കെ ജ്യോതിരാജ് ബജറ്റ് അവതരിപ്പിച്ചത്. ധനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി അംഗീകരിക്കാത്ത ബജറ്റാണെന്ന് പ്രതിപക്ഷം ആരോപിച്ചു. എന്നാൽ നടപടിക്രമങ്ങൾ പൂർണ്ണമായും പാലിച്ചാണ് ബജറ്റ് അവതരിപ്പിച്ചത് എന്ന് സെക്രട്ടറി എച്ച് അഭിലാഷ് കുമാർ പറഞ്ഞു. ബജറ്റ് ചർച്ച ശനിയാഴ്ച നടക്കും. ചിറ്റാറ്റുകരയിൽ കാർ വൈദ്യുതി തൂണിലിടിച്ച് 2 പേർക്ക് പരിക്കേറ്റു. കാർ യാത്രക്കാരായ പാവറട്ടി കാക്കശ്ശേരി സ്വദേശി നാലകത്ത് മുഹമ്മദ് ഫർഷീൻ, പണിക്ക് വീട്ടിൽ റൌഫ് എന്നിവർക്കാണ് പരിക്കേറ്റത്. പരിക്കേറ്റവരെ ആക്ട്സ് പ്രവർത്തകർ ചാവക്കാട് താലൂക്ക് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. പെരുവല്ലൂരിൽ ഒറ്റയാൾ സമരവുമായി ഓട്ടോറിക്ഷ ഡ്രൈവർ രംഗത്ത്. പെരുവല്ലൂർ സ്വദേശി വെണ്ണേങ്കോട്ട് സനീഷാണ് പ്രതിഷേധ സമരം നടത്തിയത്. റോഡുകളുടെ ശോചനീയാവസ്ഥ പരിഹരിക്കണമെന്നും വീടുകളിലേക്ക് കുടിവെള്ളം വിതരണം ചെയ്യണമെന്നും ആവശ്യപ്പെട്ടായിരുന്നു പ്രതിഷേധം. എൻ്റെ റൂട്ടിൽ കൂടെ എൻ്റെ വണ്ടി ഞാൻ ഒരു ദിവസം ഓടുന്ന കാശിൻ്റെ ഒരു പകുതിയോളം എൻ്റെ വണ്ടിക്ക് ചിലവാക്കാൻ മാത്രമേ നേരം കിട്ടുന്നുള്ളൂ. അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് ഞാനൊരു ഒറ്റയാൾ പ്രതിഷേധം നടത്താൻ തീരുമാനിച്ചിരിക്കുകയാണ്. എന്നും വണ്ടിക്ക് കംപ്ലൈൻറ്റുകളും കാര്യങ്ങളും മാത്രമേ ഉള്ളൂ. അതുപോലെ തന്നെ കുടിവെള്ള പ്രശ്നം. കുടിവെള്ളം ഞങ്ങളുടെ ഏരിയയിൽ തീരില്ല. ഒരു വർഷത്തോളമായി ഇതിരിക്കുന്നു. ഒരു വർഷത്തോളമായിട്ട് ഇത് കൂട്ടിക്കെടുക്കണം. ഇതതിൻ്റെ മോട്ടർ കിണറാണ് ഈ കാണുന്നത്. അപ്പോൾ ഞങ്ങൾക്ക് വെള്ളം എത്രയും പെട്ടെന്ന് അധികൃതർ റെഡിയാക്കി തരണം. അതൊരു സൂചനാ സമരമാണ്. ഇതിനും ശക്തമായിട്ടുള്ള പ്രതിഷേധങ്ങൾ ഇനിയും പ്രതീക്ഷിക്കാം. പ്രത്യേകിച്ച് പറയാം, ഇത് രാഷ്ട്രീയ പാർട്ടിനെ കുറ്റപ്പെടുത്താൻ വേണ്ടിയിട്ട് ചെയ്യുന്ന ഒരു സമരമല്ല. ഇത് ഞങ്ങൾക്ക് വേണ്ടിയിട്ട് ജനങ്ങൾ തീരുമാനിച്ചിട്ട് ചെയ്യുന്ന ഒരൊറ്റ സമരമാണ്. നെല്ലുവായി സെന്ററിന് സമീപം ഉന്തുവണ്ടിയിൽ ലോറിയിടിച്ച് തമിഴ്നാട് സ്വദേശിക്ക് പരിക്കേറ്റു. പ്രദേശത്ത് ആക്രി സാധനങ്ങൾ ശേഖരിക്കുന്ന 60 വയസ്സുള്ള സമ്പത്തിനാണ് പരിക്കേറ്റത്. പരിക്കേറ്റ സമ്പത്തിനെ എരുമപ്പെട്ടി ആക്ട്സ് പ്രവർത്തകർ കുന്നംകുളം താലൂക്ക് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. ദേശീയപാതയിൽ ചാലക്കുടി പുഴമ്പാലത്തിന്റെ അറ്റകുറ്റപ്പണികൾ ആരംഭിക്കുന്നതിൽ അവ്യക്തത. ഈ മാസം ആദ്യ ആഴ്ചയിൽ തുടങ്ങും എന്നായിരുന്നു അറിയിപ്പ്. എങ്കിലും പിന്നീട് തീരുമാനം മാറ്റി. അറ്റകുറ്റപ്പണികൾക്കുള്ള തയ്യാറെടുപ്പുകൾ നടത്തിയിട്ടുണ്ടെന്നും ദേശീയപാത അതോറിറ്റിയുടെ അന്തിമ അനുമതി ലഭിച്ചാൽ പ്രവൃത്തികൾ തുടങ്ങുമെന്നും കരാർ കമ്പനിയായ GIPL ഉദ്യോഗസ്ഥർ പറയുന്നു. പാലത്തിന്റെ അറ്റകുറ്റപ്പണികൾ ആരംഭിച്ചാൽ ഗതാഗത നിയന്ത്രണത്തിനായി പോലീസ് അധികാരികൾക്കും തീയതി സംബന്ധിച്ച് ഇതുവരെയും അറിയിപ്പുണ്ടായിട്ടില്ല. മാർച്ച് മാസത്തിൽ വേനൽ മഴ ശക്തമാകുമെന്ന് കാലാവസ്ഥാ മുന്നറിയിപ്പുണ്ട്. ഇതിനിടെ അറ്റകുറ്റപ്പണികൾ തുടങ്ങിയാൽ ഗതാഗത പ്രശ്നം രൂക്ഷമാകും. എറണാകുളം തൃശൂർ ദിശയിലെ അരനൂറ്റാണ്ടിലേറെ പഴക്കമുള്ള ആദ്യ പാലത്തിലാണ് ബലക്ഷയം കണ്ടെത്തിയത്. 32 ബെയറിങ്ങുകൾ മാറ്റി സ്ഥാപിക്കുന്ന അറ്റകുറ്റപ്പണികൾക്ക് 1 മാസം മതിയെന്നാണ് ഉദ്യോഗസ്ഥർ പറയുന്നത്. 1998 കാലഘട്ടത്തിൽ ഇതേ പാലത്തിന്റെ ബെയറിങ്ങുകൾ മാറ്റി സ്ഥാപിച്ചിരുന്നു. മാസങ്ങൾ നീണ്ട നിർമ്മാണ പ്രവൃത്തികളിൽ മധ്യകേരളമാകെ സ്തംഭിച്ച ഗതാഗതക്കുരുക്കാണ് അക്കാലത്തുണ്ടായത്. TCV ന്യൂസ്, ചാലക്കുടി. കുന്നംകുളം പാലാട്ടുമുറി സെന്ററിൽ യുവാവിന് കത്തികൊണ്ട് വെട്ടിപ്പരിക്കേൽപ്പിക്കുകയും വധിക്കാൻ ശ്രമിക്കുകയും ചെയ്ത കേസിൽ പ്രതിയെ കുന്നംകുളം പോലീസ് കസ്റ്റഡിയിലെടുത്തു. പാലാട്ടുമുറി പള്ളിക്കര ഹൌസിൽ ഷിജുവിനെയാണ് പോലീസ് പിടികൂടിയത്. ഞായറാഴ്ച രാത്രിയാണ് മുൻവൈരാഗ്യത്തെ തുടർന്ന് ഷിജു കാട്ടകാമ്പാൽ സ്വദേശി വാഴപ്പള്ളി വീട്ടിൽ സുധീഷിനെ ആക്രമിച്ചത്. ഇടവേള. കേരള വസ്ത്രാലയം, പട്ടാമ്പി റോഡ്, കുന്നംകുളം. ഗുരുവായൂർ റോഡ് നിയർ റോയൽ ഹോസ്പിറ്റൽ, കുന്നംകുളം. എപ്പോഴാ ഈ കറക്കം തുടങ്ങിയേ? അത് ഈ ലാപ്ടോപ്പും മൊബൈലും ഒക്കെ നോക്കുമ്പോഴേ ഡോക്ടറെ. ഇത് ബഫറോഫിയ. അയ്യോ, പരിഹാരമുണ്ട്. വട്ടം ചുറ്റിക്കുന്ന ബ്രോഡ്ബാൻഡിൽ നിന്നും സൂപ്പർ സ്പീഡുള്ള കേരള വിഷനിലേക്ക് മാറൂ. കേരള വിഷൻ, കേരളാസ് നമ്പർ 1 ബ്രോഡ്ബാൻഡ് സർവീസ്. വീണ്ടും വാർത്തകളിലേക്ക്.
കഴിഞ്ഞ ദിവസം മോഷണം നടന്ന ഗുരുവായൂർ ചാമുണ്ടേശ്വരി ക്ഷേത്രത്തിൽ ഡോഗ് സ്ക്വാഡും വിരലടയാള വിദഗ്ധരും പരിശോധന നടത്തി. ക്ഷേത്രത്തിൽ നിന്ന് മണം പിടിച്ച നായ 1/2 കിലോമീറ്റർ അകലെയുള്ള നളന്ദ ജംഗ്ഷൻ വരെ എത്തി. മോഷ്ടാക്കളുടേതെന്ന് കരുതുന്ന വിരലടയാളങ്ങളും പോലീസ് ശേഖരിച്ചു. ടെമ്പിൾ SHO G അജയ്കുമാറിന്റെ നേതൃത്വത്തിൽ പോലീസ് മേഖലയിലെ CCTVകൾ പരിശോധിച്ച് തെളിവുകൾ ശേഖരിച്ചു. ചൊവ്വാഴ്ച പുലർച്ചെയാണ് ക്ഷേത്രത്തിൽ മോഷണം നടന്നത്. തിടപ്പള്ളി വഴി അകത്ത് കടന്ന 2 പേർ മുഖം മറച്ച് ഭണ്ഡാരം കൊണ്ടുപോകുന്നതിന്റെ ദൃശ്യം ക്ഷേത്രത്തിനകത്തെ CCTVയിൽ പതിഞ്ഞിട്ടുണ്ട്. വിവാഹ തട്ടിപ്പ് കേസിൽ മധ്യവയസ്കനെ ഗുരുവായൂർ ടെമ്പിൾ പോലീസ് അറസ്റ്റ് ചെയ്തു. പാവറട്ടി മരുതിയൂർ ആര്യംപറമ്പിൽ ഷാജിയെ ആണ് ടെമ്പിൾ SHO G അജയ്കുമാറിന്റെ നേതൃത്വത്തിലുള്ള പോലീസ് സംഘം അറസ്റ്റ് ചെയ്തത്. കുന്നംകുളം പയ്യൂരിൽ റോഡരികിൽ സ്ഥാപിച്ചിരുന്ന ഫ്ലക്സ് ബോർഡ് കീറിയെന്നാരോപിച്ച് വീട്ടിൽ അതിക്രമിച്ചു കയറി വയോധികയെയും കൊച്ചുമക്കളെയും ക്രൂരമായി ആക്രമിച്ച സംഘത്തിനെതിരെ കുന്നംകുളം പോലീസ് കേസെടുത്തു. അമൽജിത്ത്, നീരജ്, ശ്യാം, രഞ്ജീഷ്, അക്ഷയ്, അശ്വിൻ ബാബു എന്നിവർക്കും കണ്ടാൽ അറിയാവുന്ന മറ്റ് 5 പേർക്കെതിരെയുമാണ് കേസെടുത്തിരിക്കുന്നത്. ചൂണ്ടൽ പെലക്കാട്ടുപയ്യൂർ സ്വദേശിനി ലീല, കൊച്ചുമക്കളായ വിഷ്ണുദത്ത്, വിശ്വജിത്ത് എന്നിവരെയാണ് ചൊവ്വാഴ്ച വൈകിട്ട് പ്രതികൾ വീട് കയറി ആക്രമിച്ചത്. ലീല തൃശൂർ മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ ചികിത്സയിലാണ്. പാത്രമംഗലം തോന്നല്ലൂർ റോഡിൽ മറിഞ്ഞുവീണ് തലതിരിഞ്ഞ സ്ഥിതിയിലായ സൂചനാ ബോർഡ് അപകട ഭീഷണി ഉയർത്തുന്നു. പ്രദേശത്ത് ഏറ്റവും കൂടുതൽ അപകടങ്ങൾ സംഭവിക്കുന്ന തോന്നല്ലൂർ ക്ഷേത്രത്തിനടുത്തുള്ള വളവിലാണ് ബോർഡ് തലകീഴായി കിടക്കുന്നത്. രാത്രിയും പകലുമായി നിരവധി വാഹനങ്ങളാണ് ഇതുവഴി കടന്നുപോകുന്നത്. അപകട മേഖലയായതുകൊണ്ടാണ് പൊതുമരാമത്ത് വകുപ്പ് വളവിലായി ബോർഡ് സ്ഥാപിച്ചത്. എന്നാൽ ബോർഡ് മറിഞ്ഞുവീണ് നാളുകൾ കഴിഞ്ഞിട്ടും പൂർവ്വസ്ഥിതിയിലാക്കുന്നതിന് അധികൃതർ നടപടികൾ സ്വീകരിച്ചിട്ടില്ല. ഉത്രാളിക്കാവ് പൂരത്തിന് ശേഷം പൂരപ്പറമ്പിലെ മാലിന്യങ്ങൾ മണിക്കൂറുകൾക്കകം വടക്കാഞ്ചേരി നഗരസഭ നീക്കം ചെയ്തു. നഗരസഭാ ചെയർപേഴ്സൺ മിനി അരവിന്ദൻ ശുചീകരണത്തിന്റെ ഉദ്ഘാടനം നിർവഹിച്ചു. വൈസ് ചെയർപേഴ്സൺ PN സുരേന്ദ്രൻ അധ്യക്ഷത വഹിച്ചു. സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ PG സനീഷ്, ഡിവിഷൻ കൌൺസിലർ ബുഷറ റഷീദ്, ഹെൽത്ത് ഇൻസ്പെക്ടർ സിദ്ദിഖുൽ അക്ബർ തുടങ്ങിയവർ നേതൃത്വം നൽകി. കാപ്പ ഉത്തരവ് ലംഘിച്ച് തൃശൂർ ജില്ലയിൽ പ്രവേശിച്ച കുപ്രസിദ്ധ ഗുണ്ട ആളൂർ സ്വദേശി പെരിപ്പറമ്പിൽ വീട്ടിൽ രതീഷിനെ പോലീസ് അറസ്റ്റ് ചെയ്തു. മനാട്ടുകുന്ന് കാഴ്ചപ്പിള്ളിക്കാവ് അമ്പല പരിസരത്തു നിന്നാണ് ഇയാൾ പിടിയിലായത്. കോടതിയിൽ ഹാജരാക്കിയ പ്രതിയെ റിമാൻഡ് ചെയ്തു. ആളൂർ പോലീസ് സ്റ്റേഷൻ ഇൻസ്പെക്ടർ B ഷാജിമോന്റെ നേതൃത്വത്തിലുള്ള സംഘമാണ് പ്രതിയെ പിടികൂടിയത്. ഏങ്ങണ്ടിയൂർ 1000 കണ്ണി ഭഗവതി ക്ഷേത്രത്തിലെ പൂരമഹോത്സവം വർണ്ണാഭമായി. വിശേഷാൽ പൂജകൾക്ക് നാരായണൻകുട്ടി തന്ത്രികൾ മുഖ്യ കാർമ്മികത്വം വഹിച്ചു. തുടർന്ന് പ്രഭാത ശീവേലി നടന്നു. കൂട്ടിയെഴുന്നള്ളിപ്പിൽ 31 ഗജവീരന്മാർ അണിനിരന്നു. കൊമ്പൻ തിരുവമ്പാടി ചന്ദ്രശേഖരൻ ഭഗവതിയുടെ തിടമ്പേറ്റി. തൃപ്രയാർ അനിയന്മാരുടെ നേതൃത്വത്തിൽ 101 കലാകാരന്മാർ അണിനിരന്ന പാണ്ടിമേളം അകമ്പടിയായി. ഹെൽത്തി കേരള ഫീൽഡ് ക്യാമ്പയിനിന് ഒളരിയിൽ സ്വീകരണം നൽകി. തൃശൂർ കോർപ്പറേഷൻ കൌൺസിലർ ഷാജു കുണ്ടോളി ഉദ്ഘാടനം ചെയ്തു. സാധാരണക്കാർക്ക് ആരോഗ്യ സേവനങ്ങളെക്കുറിച്ച് അറിവ് നൽകുകയും ജീവിതശൈലി രോഗങ്ങളെ പ്രതിരോധിക്കാൻ പ്രാപ്തരാക്കുകയും ചെയ്യുക എന്ന ലക്ഷ്യം വെച്ചാണ് ക്യാമ്പയിൻ സംഘടിപ്പിച്ചിരിക്കുന്നത്. ഓൺലൈൻ ട്രേഡിംഗ് തട്ടിപ്പിലൂടെ 54,44,000 രൂപ തട്ടിയെടുത്ത കേസിലെ പ്രതിയെ ലുക്കൌട്ട് സർക്കുലർ പ്രകാരം ബംഗളൂരു വിമാനത്താവളത്തിൽ നിന്നും തൃശൂർ റൂറൽ പോലീസ് അറസ്റ്റ് ചെയ്തു. കാസർഗോഡ് സ്വദേശി പോയിക്കര വീട്ടിൽ ജംഷാദാണ് പിടിയിലായത്. ഒലപ്പാട് സ്വദേശിയുടെ പരാതിയിലാണ് നടപടി. ഒളിവിൽ പോയ പ്രതി ബാങ്കോക്കിലേക്ക് കടക്കുന്നതിന് ബംഗളൂരു എയർപോർട്ടിൽ എത്തിയപ്പോൾ ലുക്കൌട്ട് സർക്കുലർ പ്രകാരം എമിഗ്രേഷൻ ഉദ്യോഗസ്ഥർ തടഞ്ഞുവെച്ച് തൃശൂർ റൂറൽ ജില്ലാ പോലീസ് മേധാവിയെ അറിയിക്കുകയായിരുന്നു. പുണ്യങ്ങളുടെ പൂക്കാലമായ റംസാൻ പ്രമേയമാക്കി 25 വർഷം തുടർച്ചയായി കവിതകൾ എഴുതി ശ്രദ്ധേയനാവുകയാണ് സത്താർ ആദൂർ. നഗ്നനേത്രങ്ങൾ കൊണ്ട് വായിക്കാൻ സാധിക്കുന്ന ലോകത്തിലെ ഏറ്റവും ചെറിയ പുസ്തകങ്ങൾ രചിച്ച് ഗിന്നസ് റെക്കോർഡ് സ്വന്തമാക്കിയ സത്താർ ആദൂർ റംസാൻ കവിതകളിലൂടെ പുതിയ ഒരു നേട്ടം കൂടി കൈവരിച്ചിരിക്കുകയാണ്. 2002 മുതലാണ് സത്താർ ആദൂർ കഥയും കവിതയും എഴുതി തുടങ്ങിയത്. റംസാൻ കവിതകളിലൂടെയാണ് കാവ്യയാത്ര ആരംഭിച്ചത്. ഓരോ നോമ്പുകാലത്തും സത്താറിന്റെ 4-ൽ പരം കവിതകൾ പത്രങ്ങളിലെ പ്രത്യേക പേജുകളിലും ആനുകാലികങ്ങളിലും ഇടം പിടിക്കാറുണ്ട്.
റംസാന്റെ ശ്രേഷ്ഠതയും ആത്മീയതയും വിശ്വാസവും ഇതിവൃത്തമാക്കിയ 85 കവിതകൾ 25 വർഷത്തിനുള്ളിൽ പ്രസിദ്ധീകരിച്ചു. 25 വർഷത്തിന്റെ ഉള്ളിൽ 85 കവിതകൾ എൻ്റെ പ്രസിദ്ധീകരിച്ചു വന്നു. അതിലെ ലൈലത്തുൽ ഖദർ, അതുപോലെ ഇലാഹി, അല്ലാഹു അക്ബർ, അങ്ങനെ കുറേ വായനാ സമൂഹത്തിന് ഒരുപാട് ഇഷ്ടപ്പെട്ട വരികളുണ്ട്. ഇത് റമളാൻ എന്നുള്ളത് ഒരു ഭക്തിയുടെ കൂടി കാലമാണ്. അല്ലാഹു, അതുപോലെ തന്നെ മനുഷ്യൻ, അവർക്കിടയിലുള്ള തൗബയും ഒക്കെ അതിൽ വരുന്നുണ്ട്. തീർച്ചയായിട്ടും എനിക്ക് വലിയ സന്തോഷമുണ്ട്. കാരണം എൻ്റെ ഈ ഒരു പ്രയാണം 25 വർഷം എനിക്ക് തുടർന്ന് കൊണ്ടുപോകാൻ സാധിച്ചു. ഇനിയും ജീവിച്ചിരിക്കുന്ന കാലം മുഴുവൻ ഇങ്ങനെ എല്ലാ റമളാനെയും വരവേൽക്കാൻ വേണ്ടി കവിത എഴുതി പ്രസിദ്ധീകരിക്കണം എന്നുള്ളത് എൻ്റെ ഒരു ആഗ്രഹമാണ്. 3137 വ്യത്യസ്തമായ മിനിയേച്ചർ പുസ്തകങ്ങൾ രചിച്ച് ഗിന്നസ് ഉൾപ്പെടെയുള്ള വിവിധ വേൾഡ് റെക്കോർഡുകൾ സ്വന്തമാക്കിയ സത്താർ ആദൂർ ഓൾ ഗിന്നസ് വേൾഡ് റെക്കോർഡ് ഹോൾഡേഴ്സ് സംഘടനയുടെ സംസ്ഥാന പ്രസിഡന്റും സംസ്കാര സാഹിതിയുടെ ജില്ലാ ചെയർമാനുമാണ്. ഇസ്ലാമിക സാഹിത്യരംഗത്തും സത്താർ ആദൂരിന്റെ രചനകൾ ഇടം നേടിയിട്ടുണ്ട്. TCV ന്യൂസ്, എരുമപ്പെട്ടി. വിദേശത്തേക്ക് വിസ വാഗ്ദാനം ചെയ്ത് കാണിപ്പയ്യൂർ സ്വദേശിയിൽ നിന്ന് ലക്ഷങ്ങൾ തട്ടിയെടുത്ത പരാതിയിൽ തിരുവനന്തപുരം സ്വദേശിക്കെതിരെ കുന്നംകുളം പോലീസ് കേസെടുത്തു. തിരുവനന്തപുരം പഴിയൂർ സ്വദേശി റജിക്കെതിരെയാണ് കേസെടുത്തത്. കാണിപ്പയ്യൂർ സ്വദേശി അഭിജിത്താണ് തട്ടിപ്പിനിരയായത്. സംഭവത്തിൽ പോലീസ് അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട്. കുരുന്നുകൂട്ടുകാർക്ക് അറിവും ആനന്ദവും പകർന്നു നൽകി മുന്നേറുന്ന തൃശൂർ പുല്ലഴിയിലെ ക്രയോൺസ് പ്രീ സ്കൂളിന്റെ 12ാം വാർഷികാഘോഷം വർണ്ണാഭമായി. ഒരു പതിറ്റാണ്ടിലേറെക്കാലമായി സാംസ്കാരിക നഗരിയിൽ മിന്നിത്തിളങ്ങി നിൽക്കുകയാണ് പുല്ലഴിയിലെ ക്രയോൺസ് പ്രീ സ്കൂൾ. വിവിധ പരിപാടികളോടെ പുല്ലഴി റെയ്സ് ഓഡിറ്റോറിയത്തിൽ സംഘടിപ്പിച്ച ക്രയോൺസിന്റെ വാർഷികാഘോഷം വിദ്യാഭ്യാസ പ്രവർത്തകൻ അജിത് കുമാർ രാജ ഉദ്ഘാടനം ചെയ്തു. അദ്ദേഹത്തിന്റെ പത്നി രേണുക ടീച്ചർ, കവയിത്രിയും അധ്യാപികയുമായ TG അജിത, കോർപ്പറേഷൻ കൗൺസിലർമാരായ ഷാജു കുണ്ടോളി, സുനിത വിനു എന്നിവർ സന്നിഹിതരായി. ക്രയോൺസ് പ്രീ സ്കൂൾ പ്രിൻസിപ്പാൾ പ്രിയ വിനോജ്, മാനേജർ വിനോജ് വസന്തകുമാർ എന്നിവർ പരിപാടികൾക്ക് നേതൃത്വം നൽകി. ആഘോഷങ്ങൾക്ക് മാറ്റുകൂട്ടി സ്കൂളിലെ കുട്ടിപ്രതിഭകളുടെ വിവിധ കലാവതരണങ്ങളും അരങ്ങേറി. വാർഷികാഘോഷത്തിന്റെ ഭാഗമായി പഠന കലാരംഗങ്ങളിൽ മികവ് തെളിയിച്ച വിദ്യാർത്ഥികൾക്കുള്ള സമ്മാനങ്ങളും വിതരണം ചെയ്തു. പ്ലേ ഗ്രൂപ്പ്, pre-KG, LKG, UKG, ഡേ കെയർ എന്നിവയാണ് ക്രയോൺസിലുള്ളത്. കുട്ടികളുടെ ആദ്യ പഠന പ്രക്രിയയ്ക്ക് തുടക്കം കുറിക്കുന്ന ക്രയോൺസ് പ്രീ സ്കൂളിൽ കുട്ടികളുടെ മാനസികവും ബുദ്ധിപരവും ശാരീരികവുമായ വികാസത്തിനനുസരിച്ചുള്ള പാഠ്യപദ്ധതിയാണ് ഉൾപ്പെടുത്തിയിരിക്കുന്നത്. ഇത് കുട്ടികളുടെ ആത്മവിശ്വാസം വർദ്ധിപ്പിക്കാനും സഹായകരമാണ്. സുരക്ഷിതവും സ്നേഹപൂർവമായ അന്തരീക്ഷവുമാണ് ക്രയോൺസിനെ ഈ മേഖലയിൽ വ്യത്യസ്തവും സവിശേഷവുമാക്കുന്നത്. ഏങ്ങണ്ടിയൂർ പൊക്കുളങ്ങര ശ്രീ ഭഗവതി ക്ഷേത്ര മഹോത്സവം വർണ്ണാഭമായി. വൈകിട്ട് നടന്ന കൂട്ടിയെഴുന്നള്ളിപ്പിൽ ജിതിൻ കല്ലാറ്റിന്റെ പ്രമാണത്തിൽ നടന്ന പാണ്ടിമേളത്തിന്റെ അകമ്പടിയോടെ തിരുവാണിക്കാവ് രാജഗോപാലൻ ദേവിയുടെ തിടമ്പേറ്റി. ക്ഷേത്രം തന്ത്രി ബ്രഹ്മശ്രീ പഴങ്ങാപ്പറമ്പ് ദിവാകരൻ നമ്പൂതിരിപ്പാട് മുഖ്യ കാർമ്മികത്വം വഹിച്ചു. പ്രസിഡന്റ് രാജഗോപാൽ, സെക്രട്ടറി പ്രഭാനന്ദൻ തുടങ്ങിയവർ ആഘോഷ പരിപാടികൾക്ക് നേതൃത്വം നൽകി. കൊടുങ്ങല്ലൂർ ശ്രീകുരുമ്പ ഭഗവതി ക്ഷേത്രത്തിലെ മീനഭരണി ആഘോഷത്തിന്റെ ഭാഗമായി തറപ്പാട്ടം പിരിക്കുന്നതിനായുള്ള ലേലം വിളി നടന്നു. ലോകമല്ലേശ്വരം സ്വദേശി വലിയ പറമ്പിൽ വിനയന്റെ പേരിൽ 11 ലക്ഷം രൂപയ്ക്കാണ് ലേലം ഉറപ്പിച്ചത്. 30 പേർ ലേലത്തിൽ പങ്കെടുത്തു. കഴിഞ്ഞ വർഷം 10,52,500 രൂപയ്ക്കായിരുന്നു ലേലം. ഭാരതപ്പുഴയ്ക്ക് കുറുകെയുള്ള ചെറുതുരുത്തി ഷൊർണൂർ തടയണയിൽ അജ്ഞാത മൃതദേഹം കണ്ടെത്തി. പുരുഷന്റെ മൃതദേഹമാണ് കണ്ടെത്തിയത്. കുളിക്കുന്നതിനും മീൻ പിടിക്കുന്നതിനും എത്തിയ യുവാക്കളാണ് മൃതദേഹം കണ്ടത്. തുടർന്ന് ചെറുതുരുത്തി പോലീസിനെ വിവരമറിയിച്ചു. പോലീസ് തുടർ നടപടികൾ സ്വീകരിച്ചു. തലപ്പള്ളി NSS താലൂക്ക് യൂണിയൻ 56ാമത് മന്നം സമാധി ദിനം ആചരിച്ചു. യൂണിയൻ പ്രസിഡന്റ് P. ഹൃഷികേശ് ദീപം തെളിയിച്ചു. സെക്രട്ടറി S. ശ്രീകുമാർ പ്രതിജ്ഞ ചൊല്ലിക്കൊടുത്തു. യൂണിയൻ വൈസ് പ്രസിഡന്റ് K. രവീന്ദ്രൻ, വനിതാ യൂണിയൻ പ്രസിഡന്റ് കുമാരിയമ്മ, ഇൻസ്പെക്ടർ N. രാധാകൃഷ്ണൻ തുടങ്ങിയവർ പങ്കെടുത്തു. എളീമ്മയുടെ ജീരകക്കഞ്ഞിക്ക് 4.5 പതിറ്റാണ്ടിന്റെ രുചിപ്പെരുമ.
നോമ്പിന്റെ പുണ്യത്തിന് സ്നേഹത്തിന്റെ രുചി പകർന്ന ഈ റംസാൻ കാലത്തും എളീമ ജീരകക്കഞ്ഞി തയ്യാറാക്കുകയാണ്. കൊടുങ്ങല്ലൂരിലെ എറിയാട് ഇസ്ലാമിക് സ്റ്റഡി സെന്ററിന് കീഴിലുള്ള മാർക്കറ്റ് ജുമാ മസ്ജിദിൽ റംസാൻ നോമ്പുകാലത്ത് ജീരകക്കഞ്ഞി ഒരുക്കുന്നത് നാട്ടുകാർ എളീമ എന്ന് വിളിക്കുന്ന ബീവാത്തുവാണ്. കഴിഞ്ഞ 45 വർഷത്തിലധികമായി ഇവിടത്തെ ജീരകക്കഞ്ഞിക്ക് ബീവാത്തുവിന്റെ കൈപുണ്യത്തിന്റെ നിറവാണ്. പരേതനായ തിരുവിതാംകോട്ട് മൊയ്തുവിന്റെ ഭാര്യയാണ് 73 വയസ്സുകാരിയായ ബീവാത്തു. എളീമ പാകപ്പെടുത്തിയെടുക്കുന്ന ജീരകക്കഞ്ഞിക്ക് രുചി പകരുന്നത് സാധാരണ ചേരുവകൾ മാത്രമല്ല, സ്നേഹവും പ്രാർത്ഥനയും കൂടിയാണെന്ന് നാട്ടുകാർ സാക്ഷ്യപ്പെടുത്തുന്നു. എല്ലാ നോമ്പുകാലങ്ങളിലും ബീവാത്തു മുടങ്ങാതെ ജീരകക്കഞ്ഞി പാകം ചെയ്യുന്നുണ്ട്. 1 കിലോ അരിയിട്ട് പാകപ്പെടുത്തി തുടങ്ങിയ ജീരകക്കഞ്ഞി ഇപ്പോൾ ഏകദേശം 100 പേർക്കുള്ളതായി മാറി. പള്ളിയുടെ ഉടമസ്ഥതയിലുള്ള കെട്ടിടത്തിലാണ് ബീവാത്തു ഇപ്പോൾ താമസിക്കുന്നത്. എല്ലാ മാസവും പള്ളി നൽകുന്ന സഹായധനവും സർക്കാരിന്റെ ക്ഷേമ പെൻഷനുമാണ് എളീമയുടെ ജീവിതമാർഗം. നിറഞ്ഞ മനസ്സോടെ നിറഞ്ഞ ചിരിയോടെ എളീമ ജീരകക്കഞ്ഞി ഒരുക്കുകയാണ് നോമ്പിന്റെ പുണ്യത്തിന് സ്നേഹത്തിന്റെ രുചി പകരാൻ. TCV ന്യൂസ്, കൊടുങ്ങല്ലൂർ. വലപ്പാട് GDM LP സ്കൂളിൽ സമേതം പരിപാടിയുടെ ഭാഗമായി വിദ്യാർത്ഥികളുടെ കഥാ കവിതാ ക്യാമ്പിന് തുടക്കമായി. വലപ്പാട് പഞ്ചായത്ത് പ്രസിഡന്റ് PK മോഹനൻ ക്യാമ്പ് ഉദ്ഘാടനം ചെയ്തു. ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ രശ്മി ഷിജോ അധ്യക്ഷത വഹിച്ചു. ഹെഡ്മാസ്റ്റർ CK ബിജോയ്, PTA പ്രസിഡന്റ് ഷാനുജ, ചിത്രകാരൻ TA അസീസ്, എഴുത്തുകാരി KK തുളസി തുടങ്ങിയവർ സംസാരിച്ചു. വിവിധ വിദ്യാലയങ്ങളിൽ നിന്നായി 40 വിദ്യാർത്ഥികളാണ് ക്യാമ്പിൽ പങ്കെടുക്കുന്നത്. NGO യൂണിയൻ തൃശൂർ ജില്ലാ കമ്മിറ്റിയും സർഗവേദി ജില്ലാ കലാകായിക സമിതിയും സംയുക്തമായി സംഘടിപ്പിച്ച കലാജാഥയ്ക്ക് എടവിലങ്ങിൽ സ്വീകരണം നൽകി. പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് സുനിത മുരളീധരൻ, NGO യൂണിയൻ സംസ്ഥാന കമ്മിറ്റി അംഗം RL സിന്ധു, സർഗവേദി ജില്ലാ കൺവീനർ P സുനീഷ്, C ആനന്ദ്, AS സുമേഷ്, PA മുഹമ്മദ് റാഫി, MJ ഷിജ തുടങ്ങിയവർ പങ്കെടുത്തു. കടപ്പുറം മാട്ടുമ്മലിൽ ശുദ്ധജല പൈപ്പ് പൊട്ടി 1 മാസം പിന്നിട്ടിട്ടും അധികൃതർ തിരിഞ്ഞു നോക്കുന്നില്ലെന്ന് ആരോപണം. ദിനംപ്രതി ആയിരക്കണക്കിന് ലിറ്റർ വെള്ളമാണ് പാഴാകുന്നത്. നാട്ടുകാർ നിരവധി തവണ പരാതി നൽകിയിട്ടും ജലസേചന വകുപ്പ് അധികൃതർ നടപടിയെടുക്കുന്നില്ലെന്ന് നാട്ടുകാർ പറഞ്ഞു. പ്രശ്നം അടിയന്തരമായി പരിഹരിക്കണമെന്ന് മത്സ്യത്തൊഴിലാളി കോൺഗ്രസ് സംസ്ഥാന ജനറൽ സെക്രട്ടറി C മുസ്താഖ് അലി ആവശ്യപ്പെട്ടു. ഇനി ഇന്നത്തെ സ്വർണം നിരക്ക്. TJM ഗോൾഡൻ ഡയമണ്ട്സ് ഇന്നത്തെ സ്വർണ്ണവില നിങ്ങൾക്കായി സമർപ്പിക്കുന്നത്. എനിക്കൊരു ബജറ്റ് ഉണ്ട്, അതിനുള്ള കളിയൊക്കെ കളിച്ചാൽ മതി. നടക്കില്ല മോനെ. TJM ഗോൾഡൻ ഡയമണ്ട്സ് മാനുഫാക്ചറേഴ്സ് ആൻഡ് ഹോൾസെയിലേഴ്സ്, പള്ളിക്കുളം റോഡ്, തൃശൂർ, സുൽത്താൻപേട്ട് റോഡ്, പാലക്കാട്. സ്വർണം ഗ്രാമിന് 14,840 രൂപ, പവന് 1,18,720 രൂപ. TJM ഗോൾഡൻ ഡയമണ്ട്സ് ഇന്നത്തെ സ്വർണ്ണവില നിങ്ങൾക്കായി സമർപ്പിക്കുന്നത്. എനിക്കൊരു ബജറ്റ് ഉണ്ട്, അതിനുള്ള കളിയൊക്കെ കളിച്ചാൽ മതി. നടക്കില്ല മോനെ. TJM ഗോൾഡൻ ഡയമണ്ട്സ് മാനുഫാക്ചറേഴ്സ് ആൻഡ് ഹോൾസെയിലേഴ്സ്, പള്ളിക്കുളം റോഡ്, തൃശൂർ, സുൽത്താൻപേട്ട് റോഡ്, പാലക്കാട്. പ്രധാന വാർത്തകൾ വീണ്ടും. പ്രധാന വാർത്തകൾ നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് TPR ഗോൾഡൻ ഡയമണ്ട്സ്, സുവർണ നിമിഷങ്ങൾ, കാലാതീതമായ ഡിസൈനുകൾ. TPR ഗോൾഡൻ ഡയമണ്ട്സ്, MG റോഡ്, തൃശൂർ, നിയർ ബസ് സ്റ്റാൻഡ്, തൃപ്രയാർ. കണ്ണൂരിൽ KSU പ്രതിഷേധത്തിനിടെ ആരോഗ്യവകുപ്പ് മന്ത്രി വീണ ജോർജിനെ പരിക്കേറ്റ സംഭവത്തിൽ സംസ്ഥാന വ്യാപകമായി പ്രതിഷേധം. തൃശൂർ ജില്ലയിൽ വിവിധ കേന്ദ്രങ്ങളിൽ ഇടതുപക്ഷ സംഘടനകളുടെ നേതൃത്വത്തിൽ പ്രകടനം നടന്നു. തൃശൂർ മെഡിക്കൽ കോളേജിനെതിരെ ഗുരുതര ആരോപണവുമായി ചികിത്സാ പിഴവിൽ കണ്ണുകൾ നഷ്ടപ്പെട്ട യുവാവിന്റെ കുടുംബം. കോൺഗ്രസ് പ്രവർത്തകർ മെഡിക്കൽ കോളേജ് സൂപ്രണ്ട് ഓഫീസ് ഉപരോധിച്ചു. സംഭവത്തിൽ റിപ്പോർട്ട് തേടുമെന്ന് റവന്യൂ മന്ത്രി അഡ്വക്കേറ്റ് K രാജൻ. കണ്ണുകൾ നഷ്ടപ്പെട്ട സനൂപിനെ AI സംവിധാനത്തിലുള്ള സ്മാർട്ട് കണ്ണട നൽകുന്നതിനുള്ള സാധ്യത തേടുമെന്ന് മുൻ MLA അനിൽ അക്കര. കോടാലിയിൽ ഭക്ഷണശാലയിൽ തീപിടുത്തം. പാചകവാതക സിലിണ്ടറിന് തീപിടിക്കാതിരുന്നതിനാൽ വൻ അപകടം ഒഴിവായി. സംഭവത്തിൽ ദുരൂഹതയുണ്ടെന്ന് നടത്തിപ്പുകാർ. അപ്രതീക്ഷിതമായി ജലനിരപ്പ് ഉയർന്നതിനെ തുടർന്ന് അതിരപ്പള്ളി വെള്ളച്ചാട്ടത്തിന് താഴെ വിനോദസഞ്ചാരികൾ കുടുങ്ങി. ഉത്തരേന്ത്യക്കാരായ 15ഓളം വിനോദസഞ്ചാരികളെ വനസംരക്ഷണ സമിതി പ്രവർത്തകർ രക്ഷപ്പെടുത്തി. മരോട്ടിച്ചാൽ ചീരക്കുണ്ടിൽ വീണ്ടും കാട്ടാനയിറങ്ങി വ്യാപകമായി കൃഷി നശിപ്പിച്ചു. കിടങ്ങൻ ജോബി, തണ്ടാശ്ശേരി അശോകൻ എന്നിവരുടെ കൃഷികളാണ് നശിപ്പിച്ചത്. ഇതോടെ ഈ ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. നമസ്കാരം.
ഈ വാർത്ത നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് ഡോക്ടർ റാണി മേനോൻ മാക്സിവിഷൻ ഐ ഹോസ്പിറ്റൽസ്. കാത്തുകൊള്ളാം കണ്ണിലെ കൃഷ്ണമണി പോലെ.